എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമാണെങ്കിലും ഉണ്ടാക്കാൻ മടിയുള്ളൊരു സാധനമാണ് കേട്ടോ നൂൽപുട്ട്. ചിലയിടങ്ങളിൽ ഇടിയപ്പം എന്നും പറയാറുണ്ട്, പക്ഷെ വയനാട്ടിലൊക്കെ കൂടുതലായിട്ടും നൂൽപുട്ടാണ് കേട്ടോ. നൂൽപുട്ടിന് കോമ്പിനേഷനായിട്ട് ചക്കരപ്പാലാണുള്ളത്. എല്ലാവർക്കുള്ള നൂൽപുട്ട് ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മയാണ് നൂൽപുട്ട് ഉണ്ടാക്കുന്നത്. അവധി ദിവസമായതുകൊണ്ട് തന്നെ വീട്ടിലെല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ തേങ്ങാപ്പാലും ശർക്കര ഇട്ടിട്ടുള്ള അടിപൊളി ചക്കരപ്പാലാണ് കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നിട്ടാണ് കേട്ടോ ചക്കരപ്പാൽ കഴിക്കുന്നത്. തേങ്ങാപ്പാലും ശർക്കരയാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഞാനിത് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കണ്ടിട്ടുള്ളത് പെസഹ പാലെന്നാണ് കേട്ടോ ഗൂഗിളിലൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പം നൂൽപുട്ട് റെഡിയായി. ഇനി ലഞ്ചിനുള്ള അവിയലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇവിടെ എല്ലാവർക്കും കോവക്ക ഇഷ്ടമാണ്, അതുകൊണ്ട് എന്തുണ്ടാക്കുമ്പോൾ നമ്മൾ കോവക്ക ഇടാറുണ്ട് കേട്ടോ. ഏത് സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ആദ്യം നമ്മൾ തിരഞ്ഞു ചോദിക്കുക കോവക്കയാണ് കേട്ടോ. അപ്പോൾ അത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പച്ചക്കറിയും നമ്മളിതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അമ്മ തന്നെയാണ് കേട്ടോ അവിയലും ഉണ്ടാക്കുന്നത്. എല്ലാ കഷ്ണങ്ങളും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെക്കേഷൻ ആയതുകൊണ്ട് ഹസ്ബൻഡിൻ്റെ പെങ്ങളും മക്കളും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചിക്കൻ കറിയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും അമ്മ അവിയലിന് വേണ്ട കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുവിധം എല്ലാ വെജിറ്റബിൾസും ഇതിലുണ്ട് കേട്ടോ. അപ്പം നമ്മളെല്ലാവരും ഉള്ളതുകൊണ്ട് കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അരിഞ്ഞു വെച്ച കഷ്ണങ്ങൾ നമ്മളൊരു ചട്ടിയിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അടുപ്പത്തേക്ക് വെക്കാൻ പോവുകയാണ്. അപ്പം ഞാനിവിടെ ചിക്കൻ കറി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വെജ് ആയാലും നോൺ വെജ് ആയാലും എനിക്കതിൽ കടുക് ഇടുന്നത് ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിതിൽ കടുക് ഇട്ടിട്ടുണ്ട്. ഇവിടെ അമ്മയൊന്നും കടുക് ഇടാറില്ല. ഞാൻ മാത്രമല്ല കേട്ടോ, അടുക്കളയിൽ ചിഞ്ചും ഉണ്ട്. എൻ്റെ പണി ഇപ്പോൾ ചിഞ്ചു ഏറ്റെടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ചിക്കൻ കറി വെക്കുകയാണ് കേട്ടോ. ഉള്ളിയെല്ലാം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിൽ മസാല ഇടുകയാണേ. ചിലർ മസാല മൂപ്പിച്ചാണ് കേട്ടോ ഇടാറുള്ളത്. എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ് ഇടാറുള്ളത്. പക്ഷേ ഇവിടെ വറുത്ത് പൊടിക്കുന്ന പൊടിയായതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് പൊടികൾ മൂപ്പിച്ചിടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം ഞാനിതാ എല്ലാ മസാലപ്പൊടികളും ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടികളൊക്കെ ഇട്ട ശേഷം നമ്മൾ ആ സവാളയിലൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. പൊടികളൊക്കെ കുറച്ച് കറുത്ത കളറാവുന്നവരെ നമ്മൾ മൂപ്പിച്ചെടുക്കണം. സവാള വഴണ്ടു വരുന്ന നേരം കൊണ്ട് തന്നെ ചിക്കനൊക്കെ ഞാൻ കുക്കറിൽ വെച്ചിരുന്നു കേട്ടോ. ഒരു വിസിലാവാൻ വേണ്ടി വെച്ചതാണ്. ഒരു വിസിലായ ചിക്കൻ നമ്മൾ അങ്ങനെ തന്നെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചിക്കനും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പും മുളകും കുറച്ച് മഞ്ഞളും ഇട്ടിട്ട് നമ്മളൊരു വിസിലാക്കി എടുത്ത ചിക്കനാണ് കേട്ടോ ഇത്. പണി എളുപ്പം തീരാനാണ് കേട്ടോ നമ്മൾ ചിക്കൻ കുക്കറിൽ വെച്ചിട്ടുള്ളത്. എപ്പോഴും ചട്ടി തന്നെയാണ് വെക്കാറുള്ളത്, പക്ഷേ ഇന്ന് കുറച്ച് തിരക്കായതുകൊണ്ടാണ് കേട്ടോ കുക്കറിൽ വെച്ചിട്ടുള്ളത്. കുറച്ച് ഗ്രേവി കൂട്ടിയാണ് കേട്ടോ കറി വെക്കുന്നത്. ഇവിടെ എല്ലാവർക്കും കറിയിൽ ഗ്രേവി നല്ല ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കേട്ടോ. നമ്മളെ തോട്ടത്തിൽ തന്നെ 2-3 കറിവേപ്പില മരം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രഷ് കറിവേപ്പില എപ്പോഴും കിട്ടും കേട്ടോ. അപ്പം നമുക്കത് കുറച്ച് ഇട്ട് കൊടുക്കാം. ഫൈനലായിട്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇവിടെ തന്നെ പൊടിച്ച കുരുമുളകാണ് കേട്ടോ, നമ്മുടെ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അമ്മ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ, കറി ആയോ എന്നൊക്കെ ഉള്ളത്, വെന്തോന്നൊക്കെ നോക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിനി പപ്പടം വറുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ പപ്പടം വറുക്കാൻ നോക്കുകയാണ്. ചിഞ്ചു അവിടെ കോവക്കുപ്പേരി വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പപ്പടം വറുക്കുകയാണ്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ലഞ്ചിനുള്ളതൊക്കെ സെറ്റായിട്ടോ. ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്.